ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ശ്രീനാരായണ ആദർശ യുവജന സംഘത്തിന്റെ കുടുംബസംഘവും ആദരവും നടത്തി. ശ്രീനാരായണ ആദർശ യുവജന സംഘത്തിന്റെ കുടുംബസംഗമവും ആദരവും നടന്നു. ദീപാവലി ദിനത്തിലാണ് പരിപാടി നടന്നത്. രാവിലെ 10-ന് SNAYS പ്രസിഡന്റ് അപ്പു പുല്ലാര പതാക ഉയർത്തി. രക്ഷാധികാരി P. രാജേഷ് സ്വാഗതം പറഞ്ഞു. അപ്പു പുല്ലാര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹൈബീഡൻ MP ഉദ്ഘാടനം ചെയ്തു. കേരള കൗമുദി റിപ്പോർട്ടർ CS ഷിജുവിനെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ശ്രീജിത്ത്, കൌൺസിലർ CR സുധീർ, മുൻ MLA ജോൺ ഫെർണാണ്ടസ്, KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം, കോൺഗ്രസ് കൊച്ചി സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് PP ജേക്കബ്, കോൺഗ്രസ് ഇടക്കൊച്ചി ബ്ലോക്ക് സെക്രട്ടറി KK സുദേവ്, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി KK റോഷൻകുമാർ, സിനിമാതാരം സുധി കോപ്പ, സിനിമാതാരം സാജൻ പള്ളുരുത്തി, സിനിമാതാരം ഐശ്വര്യ അനുകുമാർ, പിന്നണി ഗായകൻ പ്രദീപ് പള്ളുരുത്തി, CS ഷിജു എന്നിവർ സംസാരിച്ചു. ഏറ്റവും സമാധാനപ്രിയരിൽ ഒരാളായ രാഷ്ട്രീയ നേതാവായിരുന്നു മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ്. ആ മഹാത്മാഗാന്ധിയോട് പോലും തൻ്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ച് ലോകചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവാദം നടത്തി. ആ സംവാദത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ ഗാന്ധിയെ ബോധ്യപ്പെടുത്തി. ആ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഗാന്ധി തന്നെ എഴുതുകയാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയോടുള്ള. നമ്മളത് കൃത്യമായിട്ട് ദീപാവലി നമുക്ക് ആഘോഷിക്കാം, ഓണം ആഘോഷിക്കാം, വിഷു ആഘോഷിക്കാം, എല്ലാ ചടങ്ങും നമ്മൾ ആഘോഷിക്കണം. അതിനകത്ത് ബക്രീദ് ഉണ്ട്, റംസാൻ ഉണ്ട്, മാറി 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 വരുന്ന ആഘോഷങ്ങളാണ് ഓരോ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും. അപ്പൊ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരു കുടക്കീഴിൽ അണിനിരക്കണമെന്നും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. അവതാരങ്ങൾ ചെയ്യാമെന്ന അവതാരപ്പൊരുളാണ് ഗുരുദേവൻ. ഗുരുദേവൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ എനിക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. വിദ്യയുടെ അപ്പുറത്തേക്ക് വേറൊരു ധനം ഇല്ല. കാര്യം നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പങ്കിട്ട് കൊടുക്കേണ്ടതില്ല. മറ്റൊന്ന് നമ്മൾ കാറ് വെച്ചാൽ, കാറ് മേടിച്ച 2 ആൺമക്കളുണ്ടെങ്കിൽ കാറ് വിറ്റ കാശ് പപ്പാതി കൊടുക്കണം. വീട് വെച്ച സ്ഥലമുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ സമ്പാദിച്ച അറിവ് ചോദിക്കില്ല സഹോദരങ്ങൾ. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.